ബലിപെരുന്നാൾ സമാഗതമായി. നമ്മുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുടെയോ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയോ ഫോട്ടോ ആഡ് ചെയ്തുകൊണ്ട് ബലിപെരുന്നാൾ ആശംസകൾ നിർമ്മിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഒരു കിടിലം ആപ്ലിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഏതാണ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. സമയം ഒട്ടും കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ലഭിക്കും. അതിലൂടെ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈലിലെ ഇൻ്റർനെറ്റ് നിങ്ങൾ ഓഫ് ചെയ്യുക. കാരണം ഇത് ഫ്രീ വേർഷൻ ആയതുകൊണ്ട് പരസ്യശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ ഞാൻ പറയുന്നത്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ സ്റ്റാർട്ട് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതാ കണ്ടോ, ഇവിടെ പരസ്യം വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ പരസ്യം കാണാത്തത്. ഓക്കെ, ഇതിൽ 4-5 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ ഏതും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് ഈദ് മുബാറക്ക് പോസ്റ്ററുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഓക്കെ, ഓരോ സൈസിലായിരിക്കും ഇതിൽ കാണിക്കുക. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് നിങ്ങൾ തിരഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ആദ്യത്തേത് തിരഞ്ഞെടുക്കുകയാണ്. കണ്ടോ, ഇവിടെ ഇഷ്ടം പോലെ നല്ല ഈദ് പോസ്റ്ററുകൾ നിർമ്മിക്കാനുള്ള ടെംപ്ലേറ്റ്സുകൾ ഇവിടെ ലഭ്യമാണ്. ഇതിൽ ലോക്കിൻ്റെ ചിഹ്നം ഉള്ളത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. പ്രീമിയം വേർഷൻ ഉള്ളവർക്ക് മാത്രമാണ് അത് ഉപയോഗിക്കാൻ സാധിക്കുക. മറ്റുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ക്യാമറ, ഗാലറി, നമുക്ക് ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഗാലറി സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ വീണ്ടും ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിലുള്ള ഇപ്പോൾ ആൽബത്തിലാണ് ഞാനിപ്പോൾ ഫോട്ടോ സൂക്ഷിച്ചിട്ടുള്ളത്. അതിൽ നിന്നും ഒരു ഫോട്ടോ ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. ഈ ഒരു ഫോട്ടോ അത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ വരും. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ക്രോപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ക്രോപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ മുകളിൽ കാണുന്ന ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കണ്ടോ, ആ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു റൗണ്ടിൻ്റെ അകത്ത് ഇതുപോലെ മനോഹരമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ലോക്കിൻ്റെ ചിഹ്നം ഒഴികെ മറ്റുള്ളതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള നല്ല ഡിസൈനുകൾ കാണാൻ സാധിക്കും. ലോക്കിൻ്റെ ചിഹ്നം ഒഴികെ മറ്റേതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നിന്നും മറ്റൊന്നും സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഇത് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത ഉടനെ തന്നെ അത് വന്നിട്ടുണ്ട്. ഫോട്ടോ അതിലേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഫോട്ടോ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് നല്ല രൂപത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇഷ്ടമുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ മറ്റൊന്ന് ഇവിടെ സെലക്ട് ചെയ്യാണ്. അത് സെലക്ട് ചെയ്തു. കണ്ടോ, ഫോട്ടോ ഇവിടെ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓക്കെ ആണെങ്കിൽ ഇവിടെ താഴെ ടിക്ക് മാർക്ക് നിങ്ങൾ കാണാൻ സാധിക്കും. ഈ ഒരു സൈഡിൽ ഈ ഒരു ഭാഗത്ത് കോർണറിൽ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കാണിക്കുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് പോസ്റ്റർ റെഡിയായി കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ താഴെ ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഡൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും പരസ്യങ്ങളായിരിക്കും വരിക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞത്. അതുപോലെ തന്നെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോഴും പരസ്യങ്ങൾ വരും. ആ പരസ്യം കണ്ടാൽ മാത്രമാണ് സേവ് ആകുക. കണ്ടോ, ഇതുപോലെ പരസ്യങ്ങൾ വരും. പക്ഷേ അതില്ലാതെ നമുക്ക് സേവ് ആകും. സേവ് ആയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇമേജിൻ്റെ ഭാഗത്ത് ഒന്ന് നോക്കുക. ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ടൊക്കെ നോക്കുക. വന്നിട്ടില്ലെങ്കിൽ ഒന്നുകൂടി നിങ്ങൾ അത് ഓപ്പൺ ചെയ്തിട്ട് സേവ് കൊടുത്താൽ മതി. ഓക്കെ, പ്ലീസ് വെയിറ്റ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒന്ന് ബാക്ക് വന്നിട്ട് ഗാലറി ഒന്ന് തുറന്നു നോക്കാം. ഒന്ന് ഇതുപോലെ സ്വൈപ്പ് ചെയ്താൽ മതി. കണ്ടോ, നേരത്തേതും സേവ് ആയിട്ടുണ്ട്, രണ്ടാമത്തതും സേവ് ആയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, മനോഹരമായിട്ട് നല്ല രൂപത്തിൽ നമുക്ക് ഇങ്ങനെ ഈദ് മുബാറക്കിൻ്റെ പോസ്റ്ററുകൾ മൊബൈലിൽ സേവ് ചെയ്യാം, സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാം. ഇനി ഞാൻ ബാക്ക് വരികയാണ്. ഹോം എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ്. വീണ്ടും സ്റ്റാർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് രണ്ടാമത്തത് സെലക്ട് ചെയ്യാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു രൂപത്തിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ, ഈ രൂപത്തിലാണ് നമുക്ക് ഇതിൻ്റെ ടെംപ്ലേറ്റ്സുകൾ കാണാൻ സാധിക്കുക. അതിൽ ലോക്കിൻ്റെ ചിഹ്നം ഒഴികെ മറ്റുള്ളതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇതിൽ നിന്നും ഇതൊന്ന് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ഗാലറി വീണ്ടും സെലക്ട് ചെയ്തു. ഇവിടെ ഫോട്ടോസ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ആൽബം എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ അതേ ഫോട്ടോ തന്നെ ഇതിൽ സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ ഡൺ കൊടുക്കുകയാണ്. അതിനുശേഷം നേരത്തെ പോലെ തന്നെ ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ക്രോപ്പ് ചെയ്ത് ഡൺ കൊടുക്കുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. അതായത് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കണം എങ്കിൽ മാത്രമാണ് ആ ഒരു ടെംപ്ലേറ്റ്സിൽ നമുക്കിത് ആഡ് ചെയ്യാൻ സാധിക്കുക. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു ഫോട്ടോ മാത്രം ഇതുപോലെ കൃത്യമായിട്ട് സെലക്ട് ചെയ്താൽ മതി. അത് കൃത്യമാണെങ്കിൽ മാത്രമാണ് ഇവിടെ നമുക്ക് ഡണ്ണ് കൊടുത്താൽ ഓക്കെ ആകുക. ഞാൻ ഡണ്ണ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് ആ ഫോട്ടോ മാത്രം നമുക്ക് വേണം എങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ടെംപ്ലേറ്റ്സിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുക. മനോഹരമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. കേട്ടോ, ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഞാൻ അത് ഫോട്ടോ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം, ലോക്കിൻ്റെ ചിഹ്നം ഒഴികെ. ഓക്കെ, അതിനുശേഷം താഴെ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക.
ടിക്ക് മാർക്ക് ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആ ഒരു പോസ്റ്റർ ഈ രൂപത്തിൽ കാണാൻ സാധിക്കും. വീണ്ടും ഡണ്ണ് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. നേരെ ഗാലറി ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കുക. വന്നിട്ടില്ല. ഇനി വീണ്ടും നമുക്ക് അതേ ഓപ്ഷനിൽ ഒന്നുകൂടി സേവ് കൊടുത്താൽ മതി. എന്നിട്ട് നേരെ ബാക്ക് വരിക. കാരണം ഇൻ്റർനെറ്റ് ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഒന്നും കൂടി നോക്കാം. ഇല്ല, വന്നിട്ടില്ല. ഇനി വീണ്ടും ഞാൻ അത് ഒന്നുകൂടി സേവ് കൊടുക്കുകയാണ്. ഓക്കെ, പരസ്യങ്ങൾ കാണണമെങ്കിൽ മാത്രമേ സേവ് ചെയ്യാൻ ഇവർ അനുവദിക്കുകയുള്ളൂ. പക്ഷേ പരസ്യമില്ലാതെ ഞാൻ സേവ് ചെയ്യുകയാണ്. കണ്ടോ, 3 എണ്ണം വന്നിട്ടുണ്ട്. ഇതിൽ ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ എടുക്കുക. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ, പരസ്യ ശല്യമില്ലാതെ, ഹൈ ക്വാളിറ്റിയിൽ നിങ്ങളുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് നല്ല മനോഹരമായ രൂപത്തിൽ ഈദ് മുബാറക്ക് പോസ്റ്ററുകൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് നിർമ്മിക്കാനും സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും സാധിക്കും. ഓക്കെ, ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, എല്ലാ സുഹൃത്തുക്കൾക്കും FTM ക്രിയേഷൻ്റെ ബലിപെരുന്നാൾ ആശംസകൾ നേരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.